ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഓണം എത്തി. നാളെയാണല്ലോ നമ്മുടെ ഓണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഇന്ന് സൺഡേയിൽ എടുക്കുന്ന വീഡിയോ കേട്ടോ. സൺഡേ രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകണം. ഞാനും അഞ്ചും അതുപോലെ ചേട്ടൻ ഞങ്ങൾ 3 പേരും കൂടെ പള്ളിയിലേക്ക് പോകണം. കുർബാന കഴിഞ്ഞിട്ട് അഞ്ചുവിന് കാറ്റക്കിസമൊക്കെ ഉണ്ട്. അഞ്ചു കാറ്റക്കിസമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുള്ളൂ. കുർബാന കഴിയുമ്പോൾ തിരിച്ചു പോരാൻ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അഞ്ചുമൊക്കെ കുർബാനയും കഴിഞ്ഞ് കാറ്റക്കിസവും കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിന് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് തിരിച്ചു പോരും. അപ്പോൾ വീട്ടിൽ വന്നാലും അഞ്ചുവിന് പിന്നെയും ഡാൻസ് പ്രാക്ടീസിനൊക്കെ പോകണം സ്കൂളിലേക്ക്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ബിസിയാണ്. എനിക്കാണെങ്കിൽ ചെന്നിട്ട് വേണം അടുക്കളയിലേക്ക് കിടക്കാൻ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്തു വെച്ചിട്ടില്ല. എന്ന് എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും ചെന്നിട്ട് ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വെച്ചു. അഞ്ചുമായാലും ഫുഡൊക്കെ കഴിക്കാൻ ലേറ്റായിട്ടേ വരുള്ളൂ. അപ്പോൾ പിന്നെ പതുക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളെല്ലാം കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറയാം കേട്ടോ. കാരണം ഞങ്ങളിതാ പള്ളി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡും ജാമും കേട്ടോ. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ബ്രെഡും ജാമുമാണ്. ഇന്ന് വലിയ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ പോയില്ല. ജോലി ഒരു ദിവസമെങ്കിലും നമുക്ക് എളുപ്പമാക്കാമല്ലോ എന്ന് വിചാരിച്ച് ബ്രെഡും ജാമും. ഈ ഉച്ചക്കാലത്തേക്കുള്ള കുക്കിംഗ് കാര്യങ്ങളെല്ലാം എനിക്ക് കിടക്കണം. കിച്ചണിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഇനി ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് കിടക്കണം. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഓർത്തു നമ്മുടെ ഓണക്കോടി കാണിക്കാമെന്ന്. അപ്പോൾ ഓണക്കോടി എന്ന് പറയുമ്പോൾ എനിക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാട്ടോ. എനിക്ക് വാങ്ങിച്ചിരിക്കുന്നത് സെറ്റ് മുണ്ട് ഈ ഇങ്ങനത്തെ ഒരു ഐറ്റമാണ് ഞാൻ വാങ്ങിച്ചേക്കണേ. സെറ്റ് മുണ്ട് കണ്ടോ, 2 പീസായിട്ടുള്ളത്. ഇതാണ് ഈ 2 പീസ്. ഇഷ്ടമായോ? സാരിയല്ല വാങ്ങിച്ചേക്കണം. എനിക്ക് സെറ്റ് മുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ഓണത്തിൻ്റെ അന്ന് മാത്രമാണ് ഈ ഒരു സെറ്റ് മുണ്ട് ഉടുക്കുന്നത്. വേറെ ഒരു ഫംഗ്ഷനും ഞങ്ങൾ ഉടുക്കുന്നില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് കിട്ടിയിരുന്നു കേട്ടോ. ബ്ലൗസ് പീസിനായിട്ട് 1 മീറ്റർ ക്ലോത്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മെഷീനുമ കിടക്കണം കേട്ടോ. മെഷീനുമ ഓൾറെഡി ഇവിടെ വേറൊരു ബ്ലൗസ് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് വേറെ സെപ്പറേറ്റ് എടുക്കേണ്ടിയൊന്നും വന്നില്ല. നമ്മൾ കട്ടിങ് കുട്ടിങ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്ച്ചിട്ട് വേണം. എനിക്ക് തയ്ച്ച് തീരുന്നു പ്രതീക്ഷിക്കുന്നു. അറിയില്ല, ടൈം കിട്ടുന്ന പോലെ വേഗത്തിൽ തീർക്കണമെന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത് കോമ്പിനേഷൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1450 രൂപ. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ കീഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോടി. ചേട്ടനുള്ള ഓണക്കോടി ഓർഡർ കൊടുത്തിട്ടുണ്ട്, വന്നിട്ടില്ല. ഷർട്ടിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് സാറുമാർ കുറച്ച് പേര് സെയിം തന്നെയാണ് ഓർഡർ കൊടുത്തേക്കണത്. അത് എത്തിയിട്ടില്ല. പിന്നെ അഞ്ചുവിന് 2 ഓണക്കോടിയാണ് ഈ പ്രാവശ്യം. അപ്പോൾ അതിൽ ഒരു ഓണക്കോടി ഞാൻ കാണിച്ചു തരാം. ചുടിദാറായിട്ട് വേണമെന്നും പറഞ്ഞു ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇടോന്നും അറിയില്ല എന്നതാ. തെങ്ങും മാവും പൂവും കിളികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ് ഇന്ന്. ഇതാണ് അഞ്ചുവിൻ്റെ ടോപ്പ്, ചുടിദാർ ടോപ്പ്. അഞ്ചു സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. കൈമേക്ക് ഈ വർക്കുണ്ട്. ബാക്കിലായാലും ഇതേപോലെ കേട്ടോ. ബാക്ക് എനിക്ക് ഇഷ്ടമായി. ശരിക്കും പറഞ്ഞാൽ മുകളിലൊക്കെ ഇങ്ങനെ തെങ്ങൊക്കെ നല്ല ഡിസൈനിലൊക്കെ കൊടുത്ത് നല്ല പ്രിൻ്റൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അഞ്ചുവിൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞ ചുടിദാർ സെറ്റാണ്. ഇതാണ് അതിൻ്റെ പാൻറ്റ്, ക്രീം കളറ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഷോളുണ്ട്. ഇതാണ് ഷോള്. ഷോളുമേ എന്താണ് 2 സൈഡിലും ഈ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, അതേപോലെ ഇവിടെ ഈ സൈഡിലുണ്ട്. അപ്പം ഇതാണ് അഞ്ചുവിൻ്റെ ചുരിദാറിന് 1320 രൂപ. ആമസോണിൽ തന്നെയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അഞ്ചുവിന് 2 ഓണക്കോടി ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന് പട്ടുപാവാടയും ബ്ലൗസുമാണ്. അത് തയ്ക്കാൻ കൊടുത്തിരിക്കുകയാണ്, തയ്ച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ മിക്കവാറും അത് ഇടുള്ളൂ. ഇനി ഫ്രണ്ട്സ് എല്ലാവരും ചുരിദാർ ഇടണമെങ്കിൽ ഇതിടും, അല്ലെങ്കിൽ പട്ടുപാവാട ബ്ലൗസ് ഇടും. തീരുമാനം ഉറപ്പായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്
ഏതെങ്കിലും ഇടുന്ന വരിക്ക് എടുത്ത് ഏത് ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ട് ഇട്ടോട്ടെ. ഇത് പിന്നീട് അതിൽ യൂസ് ചെയ്യാമല്ലോ, ചുടിദാറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതും കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണക്കോടി വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് പറയണ്ടായിരുന്നു ഓണത്തിൻ്റെ ഷോപ്പിംഗ് കാണിച്ചോളൂ ചേച്ചി. ഷോപ്പിംഗ് വേറെ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഓണത്തിൻ്റെ ഒന്നും ഇടാനുള്ള ജസ്റ്റ് ഒരു ഡ്രസ്സ്. പിന്നെ ചേട്ടൻ്റെ വന്നിട്ടില്ല. ചേട്ടനെ എനിക്ക് മിക്കവാറും ഓണത്തിൻ്റെ തലേദിവസമോ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഓണത്തിന് ഇടുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, ഓണം സെലിബ്രേഷൻ ഞങ്ങളുടെ സ്കൂളിൽ ആഘോഷിക്കുന്നത് 30-ാം തീയതിയാണ്. അപ്പോഴേക്കും നിങ്ങളുടെയൊക്കെ ഓണം കഴിഞ്ഞ് കാണും. ഞങ്ങളുടെ ആഘോഷം 30-ാം തീയതിയാണ്. അന്നാണ് ഫ്രീ ആയിട്ടുള്ള ദിവസം എല്ലാവർക്കും. അപ്പോൾ സ്കൂളിൽ നിന്ന് വേറെ സ്റ്റാഫുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞ വർഷമൊക്കെ ആഘോഷിച്ച പോലെ തന്നെ സ്കൂളിൽ വെച്ചാണ് ഓണാഘോഷം. തിരുവാതിരക്കളി പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇല്ല ഈ പ്രാവശ്യം. ഒത്തിരി അല്ലാണ്ട് നമ്മൾ ബിസിയാണ്. അപ്പോൾ ഒത്തിരി വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ ഞാൻ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒത്തിരി പേര് കളിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കൂടെ തിരുവാതിരക്കളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് സോങ് ഉണ്ട്. ഗ്രൂപ്പ് സോങ്ങിൽ ചേട്ടൻ പേര് കൊടുത്തിട്ടുണ്ട്. ചേട്ടനുണ്ട് ഗ്രൂപ്പ് സോങ്ങിന്. അപ്പോൾ പാട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എടുക്കാം. അപ്പോൾ അതിനകത്ത് കാണാം. പിന്നെന്താ, പിള്ളേരുടെ കുട്ടികളുടെ പരിപാടിയൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ അങ്ങനെ 2-3 ആയിട്ടുള്ളൂ. അധികം പ്രോഗ്രാമൊന്നും വെക്കണില്ല എന്ന് പറഞ്ഞത് അച്ഛൻ. സ്കൂളിൽ വെച്ചായിരിക്കും ഓണാഘോഷം. വീട്ടിൽ സമയം കിട്ടിയാൽ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. അറിയില്ല, ടൈം കിട്ടണമെങ്കിൽ നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി കിച്ചണിലേക്ക് കിടക്കട്ടെ. ഞാൻ കിച്ചണിലേക്ക് കടന്നായിരുന്നു. കിച്ചണിൽ കടന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തു. ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ച്. അപ്പോൾ അതായത് ചേട്ടൻ എനിക്ക് സബോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കേണ്ട നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ചോറ്, അതുപോലെ തന്നെ മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പയർ ഉപ്പേരി ഉണ്ടാക്കണം. പയറൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് പയർ എടുക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 സബോള ക്ലീൻ ചെയ്ത് അത് എടുത്തിട്ടുണ്ട്. പിന്നെ മീൻകറി വയ്ക്കാനുള്ള ചട്ടിയൊക്കെ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ മീൻ ഇരിപ്പുണ്ട്. ഇത് ഞാൻ മീൻ മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ പുളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പുളി എടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. കുടംപുളി നമുക്ക് തിളപ്പിച്ചെടുക്കണം. പിന്നെന്താ, പിന്നെയുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ തേങ്ങ ചിരവി വയ്ക്കാറില്ല. അപ്പോൾ ഇന്നലെ മീൻ കൊണ്ടുവന്നപ്പോൾ തന്നെ വൈകുന്നേരം തേങ്ങ ചിരവി വെച്ചായിരുന്നു. അപ്പോൾ തേങ്ങ എടുത്ത് പാല് പിഴിഞ്ഞ്, തേങ്ങ അരച്ച് പാല് പിഴിഞ്ഞ് അതും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രിപ്പറേഷൻസൊക്കെ ഒരുവിധമൊക്കെ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ അരി ചോറ് വയ്ക്കാനുള്ള ഞങ്ങളുടെ യു പി റൈസ് ഇതാവുമ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പോൾ ഇത് വാഷ് ചെയ്ത് ഇവിടെ എടുത്ത് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങണം. അപ്പോൾ ഞാനിവിടെ ഉള്ളി അടുപ്പത്ത് വെക്കണം. അപ്പോൾ അത് അടുപ്പത്ത് വെക്കുന്നതിനേക്കാൾ മുമ്പ് ഡോർമാർ അങ്ങനെ തട്ടിട്ടില്ല കേട്ടോ, നോക്കി. അപ്പോൾ ഇതേ നമുക്ക് പാഴ്സൽ തരാൻ വേണ്ടി വന്നതാണ്. ആമസോണിൽ ചേട്ടൻ വന്നതാണ് കേട്ടോ. ആമസോണിൽ നമ്മൾ ഓൺലൈനിൽ ചെടികൾ, പ്ലാന്റ്സ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കാം. എന്തായാലും ഇപ്പം തന്നെ വന്നതല്ലേ, പിന്നെ പൊട്ടിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ. ഉണങ്ങിപ്പോയോ, നോർമൽ കണ്ടീഷനിലാണോ ഒന്നും അറിയില്ല. രണ്ടും കൂടെ ഒരുമിച്ച് ഒരു പാക്ക് ചെയ്തിടാം. പാക്കിങ്ങൊക്കെ സ്ട്രോങ്ങാണ്. ഓൺലൈനിൽ ഞാൻ മുമ്പ് വാങ്ങിച്ചേക്കുന്ന ചെടികളൊക്കെ നല്ലതായിരുന്നു, ഫ്രഷായിട്ടൊക്കെ ഇരിക്കാറ്. ഇനിയിപ്പോൾ അറിയില്ല, ഒന്നൊരു കാറ്റും വിളിച്ചൊന്നും കിടക്കാത്ത രീതിയിലാണ് പാക്കിങ്. നോക്കട്ടെ കേട്ടോ, ഉണങ്ങിയാവുന്നു. ഓക്കെ, ചെറുതായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്ക് പിന്നെ സെറ്റാക്കണം. ഇത് എന്താ വള്ളിയൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കാം. ഇതിന് എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. ഇത് അത്രയും സേഫ് പാക്കിങ് ചെയ്തിട്ടാണ് തരുന്നത്. അതായത് ഇങ്ങനെ സൈഡിൽ നിന്നും കെട്ടി വെച്ചേക്കാം. ഇതാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. പേര് ഇനിയിപ്പോൾ സൈറ്റിൽ നോക്കേണ്ടി വരും. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാവുന്നതാണ്. എനിക്കിത് കണ്ടപ്പോൾ നല്ലതായി. ഇതിനെപ്പറ്റി ഒത്തിരി നല്ല റിവ്യൂ കൊടുത്തേക്കണുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിനെ നമുക്കൊരു പോട്ടിലേക്ക് വെച്ച് സെറ്റാക്കണം. ഇതാണ് ഒരെണ്ണം. ഇത് നമുക്ക് അടുത്തെടുക്കാം. ഇതിനൊക്കെ ഇവിടെ ഓപ്പണിങ് കാണാം. 2-3 കൊടുത്തായിരുന്നു. 1 ടൈപ്പ് ഓഫ് ലില്ലിയൊക്കെ കൊടുത്തായിരുന്നു. അതൊന്നും വന്നിട്ടില്ല. ഈ കവർ ഇത്തിരി കുതിർന്നിരിക്കുന്നത്, അതുകൊണ്ട് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. കൈ കൊണ്ട് തന്നെ തുറന്നെടുക്കാം.
ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നിഡ്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ഇനിയിപ്പോൾ വീണ്ടും ഇതെല്ലാം തുറന്ന് നോക്കിയിട്ട് വേണം. ആമസോൺ തുറന്ന് നോക്കിയാൽ കാണാം. ആമസോൺ സൈറ്റ് തുറന്ന് നോക്കിയാൽ ഇതിൻ്റെ പേരുകളൊക്കെ കിട്ടും. ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഒത്തിരി പേര് നല്ല കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഈ നമ്മുടെ വീട്ടിൽ എങ്ങനെ നിൽക്കും, എത്ര നാളത്തേക്ക് നിൽക്കും ഇതൊന്നും എനിക്കറിയില്ല. ഒന്നാമതൂടെ ചൂടാണ്, ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ചൂടുകാലത്ത് ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിഞ്ഞു. ഇതാണ് അടുത്തത്. ചില ഇലകളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഞാൻ പാക്കറ്റിൽ ഇങ്ങനെ ഇരിക്കല്ലായിരുന്നു. വാടിയ ഇലകൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ചെടി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി പോട്ടിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയായിരിക്കും ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കിട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 1-2 ഇലകൾ മാത്രം വാടിയതൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം നമുക്ക് കാണാമല്ലോ, ചെറിയ ചെറിയ ഇലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു അട്ട സംഭവിച്ചിട്ടുണ്ട്. ഇതിലൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നല്ല ഓക്കെ ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇവന്മാരെ നമുക്കൊന്ന് റെഡിയാക്കണം. പക്ഷെ ഞാൻ ആദ്യം കിച്ചണിൽ കിടക്കട്ടെ, കാരണം നമ്മുടെ കുക്കിംഗ് അവിടെ പെൻഡിങ് ആവുന്നുണ്ടെങ്കിൽ. പിന്നെ അഞ്ജലി ഇപ്പോൾ നിലവിൽ വീട്ടിലില്ല. അഞ്ജലി സ്കൂളിലാണ്. അപ്പോൾ ഇന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് കാറ്റക്കിസം കഴിഞ്ഞ് പിന്നെ അവർക്ക് ടീച്ചേഴ്സ് ഡേയുടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ അത് കേട്ട് 5 വരുള്ളൂ. അപ്പോൾ വരുന്ന നേരത്ത് വിശന്ന് പ്രാന്ത് കയറി ആയിരിക്കും വന്നെ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കട്ടെ കേട്ടോ. നമുക്ക് കിച്ചണിൽ പോവാം. നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമുക്ക് പുളി തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് നമുക്ക് പയറ് തോരൻ വയ്ക്കാനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ 3 സബോള ഇട്ടെടുത്തിരിക്കുന്നത്. ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഓയിലൊക്കെ ഒഴിച്ച് സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ട് വഴറ്റി പൊടിയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് എന്നിട്ട് ചട്ടിയിലേക്ക് എടുത്ത് ഇടാൻ പോകണം. അപ്പോൾ നമുക്ക് ഒത്തിരി നേരം ഗ്യാസ് സ്റ്റൗമ്മ നമുക്ക് നിന്ന് വഴറ്റേണ്ടി വരില്ലേ. അപ്പോൾ അതേ പുളി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് പുളിയുടെ സ്റ്റൗ ഒന്ന് അവിടെ ഓഫാക്കിയിട്ട് പുളി മാറ്റി വയ്ക്കുക. ഇവിടെ നമുക്ക് ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ നമുക്ക് മീൻകറി റെഡിയാക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിരിക്കണം. പാനിലേക്ക് ഇന്ന് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ കേട്ടോ. കേരളത്തിൽ നിന്ന് വെച്ചിട്ടുണ്ടെന്ന് വെളിച്ചെണ്ണ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് പാൻ ചൂടായിക്കോട്ടെ. നമ്മുടെ കബേർഡ് കണ്ടല്ലോ എല്ലാവരും, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതല്ലേ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കബേർഡ്. കാര്യം ചെറുതൊക്കെ ആണെങ്കിലും വില കുറച്ച് കൂടുതലാണെങ്കിലും ഒത്തിരി സ്പേസുള്ള നല്ല സ്പെഷ്യസ് ആയിട്ടുള്ള അടിപൊളി കബേർഡ്. അപ്പോൾ ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല, സെറ്റ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. കാരണം ഇതിനകത്തെല്ലാം നമുക്ക് വാൾപേപ്പർ വയ്ക്കാറുണ്ട്. വാൾപേപ്പർ ഒട്ടിച്ചിട്ട് വേണം. അപ്പോൾ പിന്നെ എന്തെങ്കിലും നനവുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലോ കാര്യങ്ങളൊക്കെ വെച്ചാൽ പോലും കേടുവരില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഇഷ്ടംപോലെ സ്പേസ്. ഇപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഔട്ട് ഓഫ് സിലബസ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണം. കിച്ചൺ ഇങ്ങനെ കുറച്ച് മെസ്സായിട്ട് കുഴപ്പമുണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കബേർഡിൻ്റെ മോൾവശം നല്ല കാര്യമായിട്ട് കിടക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സ്ഥലക്കുറവുകൊണ്ട് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് വെച്ച് ഇവിടെയൊക്കെ നടന്നു. അപ്പോൾ ഇതിലേക്കൊന്ന് ഷിഫ്റ്റാക്കി ഒന്ന് സെറ്റാക്കണം. ഇത് ഇന്നലെ തേങ്ങ പൊട്ടിച്ചപ്പോൾ തേങ്ങവെള്ളം ഞാനൊരു തപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങവെള്ളം എന്താ അങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. നാളേക്ക് ആകുമ്പോഴേക്കും ഇത് കള്ള് പോലെ ഇങ്ങനെ സെറ്റായി വരും. അപ്പോൾ നമുക്ക് അപ്പത്തിലൊഴിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ അപ്പമായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ വിശേഷങ്ങൾ. പിന്നെ ഇതാ നിങ്ങളെ കാണിക്കേണ്ടത് ഏറ്റവും നമ്മൾ മുട്ട പുഴുങ്ങുന്ന ഈ ഒരു മെഷീൻ ഞാൻ വാങ്ങിയായിരുന്നു. അത് വാങ്ങിച്ചിട്ടിപ്പോൾ 1 കൊല്ലത്തിന് മേലെയായി. 1 കൊല്ലം 2 കൊല്ലം കൊണ്ടായി. 1 കൊല്ലം എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഒത്തിരി നാളായി വാങ്ങിച്ചിട്ട്. നല്ല അടിപൊളി സാധനമാണ്.
ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിക്കോളും. പിന്നെ മുട്ട പുഴുങ്ങാനായാലും അധികം നേരമൊന്നും വേണ്ട, 5 മിനിറ്റ് 5-6 മിനിറ്റൊക്കെ മതി. നമുക്കൊന്നും അറിയണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ വന്ന് ഓഫാക്കേണ്ട പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇവിടെ പാൻ ചൂടായി നമുക്ക് വേഗം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സബോള നമ്മളിവിടെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വഴന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പും മുളകൊക്കെ തിരിഞ്ഞ് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസുകളെല്ലാം ചട്ടിയിലേക്ക് ഇട്ടു. എന്തിനാ ഇങ്ങനെ ചെയ്യണേ എന്ന് വെച്ചാൽ ജോലി എളുപ്പമാക്കാനായിട്ടാണ്. കാരണം ചട്ടി ചൂടായി വന്ന് പിന്നെ അതിനകത്ത് നമ്മൾ സബോളയൊക്കെ ഇട്ട് വഴറ്റുമ്പോഴേക്കൊക്കെ ഒത്തിരി സമയമെടുക്കും. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ഗ്യാസും ലാഭിക്കാം, സമയവും ലാഭിക്കാം. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഒരു പണി ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി നേരം നിന്ന് വഴറ്റേണ്ടി വരില്ല. ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ 2ാം പാല് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളവും ഒക്കെ കൂടെ അത് ഒഴിച്ചു കൊടുക്കും. എനിക്ക് നമ്മൾ വഴറ്റാനിട്ട് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടാണ് തിരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇതൊന്ന് ചൂടായൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ റെഡിയാവും. അപ്പോൾ നമുക്ക് ആ മസാല ഇതിലേക്ക് ഇത് കമത്തി കൊടുത്താൽ അപ്പോഴേക്കും ചട്ടിയൊക്കെ ചൂടായിക്കോളും. അത് നമ്മുടെ സബോളയൊക്കെ ഇങ്ങനെ ഒരുവിധം വാടിയിട്ടുണ്ട്, നല്ലപോലെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഈ സമയത്ത് ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ട ഒരു കുറച്ച് മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇവിടെ ഫിഷ് മസാല ഉണ്ട്. അപ്പോൾ 3 ഞാൻ ഇതിനകത്ത് സെയിം ബോട്ടിലിൽ തന്നെ ഇട്ട് വെച്ചേക്കണം. ഇതിനൊരു കുറച്ച് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ ഇട്ടിരിക്കുന്ന ഉപ്പ് മിക്കവാറും കുറവ് വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറവൊന്നും തോന്നണമെങ്കിൽ അപ്പം അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇവിടെ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. കാരണം ഇനിയിപ്പോൾ ചട്ടി വേഗം ചൂടായാലും കുഴപ്പമില്ല. അപ്പോഴത്തേ നമ്മുടെ മസാലകളൊക്കെ ചൂടായി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരേക്ക് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിനെടുത്ത് നമ്മുടെ മീൻകറിയിലേക്ക് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാവാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിക്ക് നല്ല ബ്ലാക്ക് കളറാട്ടോ. ആ പുളിവെള്ളം ഒഴിച്ചാൽ തന്നെ നല്ല പുളിയും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ കളറായാലും നല്ല ബ്ലാക്ക് കളർ. ഇനിയിപ്പോൾ ഈ മസാലയിൽ കിടന്ന് നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിക്കോളും. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് 1ാം പാലും കൂടി ഒഴിച്ചാൽ നമ്മുടെ കറി സെറ്റ്. പിന്നെ നമുക്ക് പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പയറെടുത്തുണ്ടാക്കണം, പയർ തോരൻ ഉണ്ടാക്കാനായിട്ട്. പയർ നമുക്ക് ഇതിനകത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് നമുക്ക് പയർ തോരൻ ഉണ്ടാക്കണം. ഫ്രിഡ്ജിലിരിക്കുന്ന ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾക്കിവിടെ പയർ കിട്ടുന്ന സീസണാണ്. നമ്മുടെ സബർജില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ സബർജില്ല എന്നാട്ടോ പറയുന്നത്. നല്ല ടേസ്റ്റ്, നല്ല മധുരമുണ്ട് ഇതിന്. അപ്പോൾ ഇത് ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതും കൂടി എടുത്തുകൊണ്ടാ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് കഴിയുമ്പോൾ ഇത് മുറിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് പയറൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് ഇതൊരു ഉപ്പേരി ഉണ്ടാക്കണം, തോരൻ.
പയറൊക്കെ ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ഉള്ളി നന്നാക്കണം, നമുക്ക് ഇത്തിരി മീൻകറി കാച്ചാനായിട്ട്. പിന്നെ ഇവിടെ ഞാൻ നമ്മുടെ പയർ ഉപയോഗിക്കുന്ന സവോള ഒരെണ്ണെടുത്ത് റെഡിയാക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കണം. 2 പച്ചമുളക്, ഇത്തിരി വെളുത്തുള്ളി ചതച്ചെടുക്കണം. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മീൻകറി നോക്കാം. മീൻകറി നല്ല പോലെ തന്നെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ തള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1-ാം പാലും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പയറെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടേക്കാം കേട്ടോ. ഫ്ലെയിം ഓഫാക്കി നമ്മൾ 1-ാം പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഫ്ലെയിം ഓഫാക്കിയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഒന്ന് താളിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഇത്തിരി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഇത്തിരി വറ്റൽമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. ഇവിടെ നമ്മുടെ പയറുപ്പേരി ഉണ്ടാക്കാനായിട്ട് സവോള ഒരെണ്ണം കുറച്ച് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തിരി വെളുത്തുള്ളി ചതച്ചെടുത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നമ്മുടെ പയറുപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഇതിനൊക്കെ മുൻപായിട്ട് ഞാൻ ആദ്യം നമുക്ക് റൈസ് അടുപ്പത്ത് വയ്ക്കാം. റൈസ് വെച്ചിട്ടില്ല. റൈസൊക്കെ ഇവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഞങ്ങളുടെ UP റൈസ് ഞങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ടാണ് അടുപ്പത്ത് വയ്ക്കുന്നത്. ശകലം ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ സെയിം പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പയറുപ്പേരി ഉണ്ടാക്കാനായിട്ട്. നമുക്കത് ചൂടാവട്ടെ. പിന്നെ കുക്കറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആക്കി. ഇനി നമുക്ക് കറിക്കുള്ളത് താളിച്ചു കൂടെ ഒഴിക്കണം ഇവിടെ. അപ്പോൾ അതിനുള്ള ഒരു പാനും കൂടെ ഞാൻ എടുക്കട്ടെ. താളിച്ചു കഴിക്കാനുള്ള പാന് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെള്ളം കാണും. പക്ഷേ ഈ സ്പോഞ്ച് വളരെ യൂസ്ഫുൾ ആട്ടോ. എപ്പോൾ വെള്ളം കണ്ടാലും ഞാൻ ഇത് വെച്ച് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. അതിപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഹാബിറ്റായി. പയറുപ്പേരിക്കുള്ള പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാൻ ചൂടായി, ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് പയർ തോരന് വേണ്ട ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. നമുക്കിനി കട്ട് ചെയ്ത് വെച്ചെല്ലാം ഇതായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ റൈസ് കുക്കായി ഇതാ ഒരു വിസിൽ വന്നു. അത്രയും മതി നമുക്ക്. ഇനി അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ചോറ് നല്ലപോലെ തന്നെ കുക്കായി ഇരിക്കുന്നുണ്ട്. പയറുതോട് ഞാൻ സവോള അങ്ങനെ ഒത്തിരി വഴച്ചൊന്നുമില്ല, ഒരു കുറച്ചേ വഴച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പയറുതോരൻ ഒരുവിധം സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങ ഇന്നലെ ചെറിയ എടുത്ത് വെച്ച് തേങ്ങ കേട്ടോ. നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായി കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതാ ഇങ്ങനൊരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ തുണി പ്രശ്നമോ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തുണ്ടാവണം. നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് വിടുന്നുണ്ട് ചേച്ചിയുടെ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എൻ്റെ കിച്ചണോ നിങ്ങളുടെ കിച്ചൺ പോലെ ചിലപ്പോൾ അത്രയും കൂടി ഉണ്ടാവില്ല, വളരെ ചെറിയൊരു കിച്ചണാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും തുണി കഷ്ണം അല്ലെങ്കിൽ സ്പോഞ്ചും എടുത്ത് വയ്ക്കും. അപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ കാണുന്നപ്പോൾ അപ്പം തന്നെ ക്ലീനാക്കി പോകും. അതുകൊണ്ട് നിങ്ങൾ അധികം അങ്ങനെ മെസ്സായി കിടക്കുന്നത് കാണുന്നില്ല എന്ന് മാത്രം. ഇപ്പം ഇതൊക്കെ ഇപ്പോൾ തന്നെ ക്ലീനാക്കിയൊക്കെ വയ്ക്കണമെങ്കിൽ കുറച്ചും കൂടെ നീറ്റാവും. ഇതിപ്പോൾ എനിക്ക് പേര് കട്ട് ചെയ്തിട്ട് വേണം, കട്ട് ചെയ്തിട്ടില്ല. പിന്നെ വൈകുന്നേരത്തേക്കൊക്കെ എനിക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് വെച്ചിട്ടുള്ളൂ, ക്ലീൻ ആക്കിയിട്ടില്ല.
അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കിച്ചൺ ജോലികളൊക്കെ ഒരുവിധം തീർന്നു. അപ്പോൾ തേങ്ങ ഞാൻ എപ്പോഴും ഫ്രീസറിൽ നിന്ന് എടുക്കാറ്, ഫ്രീസറിലേക്ക് വെക്കാറ് ആവശ്യമുള്ള. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുൻപ് തന്നെ തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതുകൊണ്ടാണ് ഇതേ രീതിയിൽ വിട്ട് കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക ഹാർഡായിട്ടിരുന്നായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് സൺഡേ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ദേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്തോളൂ. കമൻറ്റ് ഇടാൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒരു ചെറിയ കമൻറ്റൊക്കെ ഇട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളത് വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് എന്നും വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല, കാരണം ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ പോയി വരുന്നത് ഞങ്ങൾ 2 മണി 2:30 ആകുമ്പോഴാണ്. അപ്പോൾ എന്നാലും ഉച്ചക്കാലത്ത് ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ചെയ്യാതെ പിന്നെ വേറൊരു ജോലി ചെയ്യാൻ പറ്റില്ല, അത്രയും ക്ഷീണത്തിലായിരിക്കും വരുന്നത്. കുട്ടികളെയൊക്കെ പഠിപ്പിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ക്ഷീണം കാര്യങ്ങളുണ്ട്, ടീച്ചേഴ്സിനൊക്കെ മനസ്സിലാവുമായിരിക്കും അത്. അപ്പോൾ നമ്മൾ തളർന്ന് ഒത്തി വെടിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എന്നിട്ടാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിലൊക്കെ വീഡിയോ എടുക്കാറ്. ചിലപ്പോൾ എടുക്കാൻ പറ്റാറില്ല, കാരണം രാത്രിയിലത്തെ കുക്കിങ്ങും ബിസി വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നീങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ ടൈം കിട്ടില്ല. ഇപ്പം തന്നെ ഇവിടെ ഭയങ്കര ചൂടാണ്. ഉത്തർപ്രദേശ് ഇങ്ങനെ ചൂടിൽ വെന്ത് ഉരുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് ചൂട് കുറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒക്ടോബർ അവസാനമാവണം, നവംബറിലേക്കൊക്കെ കടക്കുമ്പോഴേക്കും ചൂട് കുറയും. അതുവരെ ഭയങ്കര ചൂട്, അങ്ങനെ ഒഴുകുന്ന ചൂട്. ഞാനിപ്പോൾ കിച്ചണിൽ നിന്ന് വന്നപ്പോഴേക്കും വേർത്തൊലിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡെയിലി വീഡിയോ ഒന്നും എടുക്കാൻ ചിലപ്പോൾ പറ്റില്ല. മിക്കവാറും ഞാൻ ഹോളിഡേയ്സ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ സൺഡേ അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇന്നൊരു സൺഡേയാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓണം എത്തി. അപ്പോൾ ഈ വീഡിയോ നാളെ വരുമോ നിങ്ങളുടെ അടുത്ത് മറ്റന്നാൾ വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. എല്ലാവരോടും നേരത്തെ തന്നെ ഓണത്തിൻ്റെ വിഷസ് അറിയിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഓണം വീഡിയോ സ്കൂളിലെ സെലിബ്രേഷൻ ഞാൻ പറഞ്ഞല്ലോ 30-ാം തീയതിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പോൾ ബൈ.